ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പലപ്പോഴും പയ്യന്മാരും പുരുഷന്മാരും നമ്മുടെ അടുത്ത് വരുന്ന ഇഷ്യൂ ആണ് ലിംഗത്തിന് ലെങ്ത് കൂട്ടണം അല്ലെങ്കിൽ നോർമൽ ലെങ്ത് ആണോ ഡോക്ടറെ എങ്ങനെ കൂട്ടാൻ പറ്റും. സോ നമുക്കറിയാം ബേസിക്കലി പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ പേരാണ് പെനിസ് അഥവാ ലിംഗം. സോ ഓരോ ആൾക്കാർക്കും ലിംഗത്തിന് വലിപ്പം വ്യത്യസ്തമാണ്. ലിംഗത്തിന്റെ വലിപ്പത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് ജനിതകമായ പാരമ്പര്യം, രണ്ട് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ, അതിൻ്റെ കൂടെ റേഷ്യൽ ഫാക്ടേഴ്സ്. പലപ്പോഴും ആഫ്രിക്കൻസും യൂറോപ്യൻസും ഇന്ത്യൻസും സൗത്ത് ഈസ്റ്റ് ഏഷ്യനും തമ്മിൽ തന്നെ പെനിസിന്റെ ലെങ്തിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ പെനൈൽ ഇൻഡെക്സ് വന്നു. 55,000 ലോകത്തിലെ ആണുങ്ങളെ ഏകദേശം 75 കൺട്രീസിലുള്ളവരെ ഡിവൈഡ് ചെയ്തിട്ട് ആവറേജ് ഓരോ റേഷ്യനും അല്ലെങ്കിൽ ഓരോ രാജ്യക്കാർക്കും എത്ര എറക്റ്റിൽ പെനിസ് ലെങ്ത് ഉണ്ട് എന്നുള്ള ഇൻഡെക്സ് 2023 വന്നിട്ടുണ്ട്. അതനുസരിച്ച് ആഫ്രിക്കൻ സബ് പോപ്പുലേഷന്റെ ആവറേജ് എറക്ട് പെനൈൽ ലെങ്ത് എന്ന് വെച്ചാൽ ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗത്തിന്റെ വലിപ്പം 16 സെന്റിമീറ്റർ, യൂറോപ്യൻസിന്റെ 14, ഇന്ത്യക്കാരുടെ ഏകദേശം 12 സെന്റിമീറ്റർ. ഏറ്റവും ലോവസ്റ്റ് സ്ട്രെച്ച് പെനൈൽ ലെങ്ത്, എറക്ട് പെനൈൽ ലെങ്ത് ഉള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പോപ്പുലേഷന്. സോ ആവറേജ് ഒരു ഇന്ത്യക്കാരന്റെ പെനിസിന്റെ എറക്ഷന്റെ ലെങ്ത് 12 സെന്റിമീറ്റർ. പലപ്പോഴും പയ്യന്മാർ വന്ന് നമ്മുടെ ഒപ്പിടി പറയാം, ഡോക്ടർ ലിംഗത്തിന് വേണ്ട ലെങ്ത് ഇല്ല, പലപ്പോഴും ലെങ്ത് കൂട്ടാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ. നമ്മളിവരെ എക്സാമിൻ ചെയ്യുമ്പോഴൊക്കെ ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ തന്നെ ലിംഗത്തിന് 9-10 സെന്റിമീറ്റർ കാണും, ഉദ്ധരിച്ച അവസ്ഥയിൽ അതിനും കൂടുതൽ കാണും. നമ്മൾ പറയും നോക്കുമ്പോൾ ലിംഗത്തിന് വലിപ്പം നോർമൽ എന്തിനാണ് കൂട്ടുന്നത്. അപ്പോൾ പലപ്പോഴും പറയും ഡോക്ടർ ഞാൻ ഇന്ന മൂവി കണ്ടു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത്രയും വലിപ്പമുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഒരു 20 സെന്റിമീറ്ററുള്ള ലെങ്ത് വേണം. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് തോന്നുന്നു അവൻ്റെ ഉദ്ധരിച്ച അവസ്ഥയിലെ ലിംഗത്തിന്റെ വലിപ്പം 12 സെന്റിമീറ്റർ താഴെ, അല്ലെങ്കിൽ ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ ഫ്ലാസിഡ് പെനൈൽ ലെങ്ത് 9 സെന്റിമീറ്റർ താഴെ അവന് തോന്നുന്നു ഒരു ആവറേജ് ഇന്ത്യക്കാരന്റെ സ്ട്രെച്ച് പെനൈൽ ലെങ്ത് അഥവാ എറക്ഷനിലുള്ള പെനൈൽ ലെങ്ത് 12 സെന്റിമീറ്റർ, അത് 12 താഴെയോ അല്ലെങ്കിൽ ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ 9 സെന്റിമീറ്റർ താഴെയോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു എൻഡോക്രിനോസിനെ കണ്ട് പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്യുക. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടെങ്കിൽ അത് ഇഞ്ചക്ഷനായിട്ട് എടുക്കാം. വൺസ് ഇൻ 3 മന്ത്ലി ഇഞ്ചക്ഷൻ ഉണ്ട്, നെബിഡോ ഡിപ്പോ, സെറിനോസ് ഡിപ്പോ. ടെസ്റ്റോസ്റ്ററോൺ ഇപ്പോൾ ക്രീം വന്നിട്ടുണ്ട്, സെറിനോസ് 1% അല്ലെ ക്യാപ്സൂൾ, അതെടുത്തിട്ട് ടെസ്റ്റോസ്റ്ററോൺ നോർമൽ ആക്കിയിട്ട് ലെങ്ത് കൂട്ടുക. മറിച്ചൊരു വ്യക്തി വന്ന് പറയുന്നു ഡോക്ടർ എൻ്റെ ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗത്തിന് 13 സെന്റിമീറ്റർ ഉണ്ട്, എനിക്കൊരു 16 സെന്റിമീറ്റർ ലെങ്ത് ആക്കി തരാൻ കുറച്ച് ഇഞ്ചക്ഷൻ എടുക്കണോ, അതെടുത്തിട്ട് കാര്യമില്ല. പുരുഷ ഹോർമോണിന്റെ അളവ് കുറവുണ്ടെങ്കിൽ മാത്രമേ പുരുഷ ഹോർമോൺ എടുത്ത് ലെങ്ത് കൂട്ടാൻ പറ്റൂ. അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് 99% പേര് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ഡോക്ടർ ബോബി ഒരു മാസം ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗത്തിന് വലിപ്പം കുറവെന്ന് പറഞ്ഞ് എത്ര പേരെ കാണാറ്. മിനിമം ഒരു 10-15 പേരിൽ മാസത്തിലൊരിക്കൽ വന്ന് ഇഞ്ചക്ഷൻ തന്ന് ഡോക്ടറെ ലിംഗത്തിന് രക്തയോട്ടം കൂട്ടി ലിംഗത്തിന് വലിപ്പം കൂട്ടാൻ നോക്കും. ഇവർക്ക് 99% പേർക്ക് നോക്കുമ്പോൾ ഉദ്ധരിച്ച അവസ്ഥയിൽ 13-14 സെന്റിമീറ്റർ ഉണ്ട്. അവരുടെ ഓവർ എക്സ്പെക്ടേഷൻ അല്ലെ അവർ തന്നെ ചിന്തിക്കുന്നു ലിംഗത്തിന് വലിപ്പം കുറവ് കൂട്ടണമെന്ന് നോക്കുന്നു. സോ ഒരു വ്യക്തിക്ക് ലിംഗത്തിന് വലിപ്പം കുറവാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ട് എടുക്കുക, വേറെ ഒരു ചികിത്സ വഴി ലിംഗത്തിന് വലിപ്പം കൂട്ടാൻ സാധിക്കില്ല. ഇത് ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ കണ്ടൊരു പേഷ്യന്റ് ലിംഗത്തിന് പെനൈൽ ലെങ്തനിങ് ഡിവൈസ് എന്ന് പറഞ്ഞ ഡിവൈസ് ഓൺലൈൻ വഴി വാങ്ങിച്ചു. സോ അത് കേൾക്കുന്ന എന്താ, പണ്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പറഞ്ഞാൽ അതിനകത്ത് രാത്രി ലിംഗം എടുത്ത് സ്റ്റക്കാക്കി വെക്കുന്നു, എന്നിട്ട് 6 മാസം വെച്ച് കഴിഞ്ഞാൽ ലിംഗത്തിന് വലിപ്പം 1.5 സെന്റിമീറ്റർ കൂടുമെന്ന് അവകാശപ്പെടുന്നു. ഇങ്ങനത്തെ മരുന്നുകൾക്കോ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റിനോ ഒന്നും ലോകത്തിൽ FDA US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു അപ്രൂവലും നൽകിയിട്ടില്ല. നമ്മുടെ ടിഷ്യൂ ബ്രസ്റ്റ് വലുതാക്കാൻ വേണ്ടി ബ്രസ്റ്റിന് നമ്മൾ പിടിച്ച് ഞെക്കുന്ന പോലെ പെനിസിനകത്ത് ചപ്പാത്തി പോലെ ഒരു മെഷീൻ വെച്ച് പെനിസിന് ട്രാക്ഷൻ വെച്ചാൽ പെനിസിന്റെ ലെങ്ത് വലിവ് കാരണം 1-1.5 സെന്റിമീറ്റർ കൂടാം. പക്ഷെ അതുകൊണ്ട് ഒറിജിനൽ പെനിസിന്റെ ലെങ്തോ ഉത്ഥാരണത്തിന്റെ പവറോ കൂടുന്നില്ല. മറിച്ച് ഇന്നലത്തെ വ്യക്തി വന്ന് അവൻ ഈ ചപ്പാത്തി പോലത്തെ ലിംഗത്തിനകത്ത് ലിംഗം എടുത്ത് വെച്ചാൽ അതിനകത്തെല്ലാം കട്ട്സ്, അവന്റെ വെയിൻസിന് വരെ കട്ടും ബ്രൂയിസും ഉണ്ട്. സോ ഇതിന്റെ ആവശ്യമില്ല. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ലിംഗത്തിന് വലിപ്പമല്ല ഇമ്പോർട്ടൻറ്റ്, ലിംഗം എത്ര നേരം പ്രവർത്തനയോഗ്യമായിരിക്കും. അതാണ് ഉദ്ധാരണക്കുറവുള്ള വ്യക്തികളുടെ പലപ്പോഴും വൈഫുകളുടെ അടുത്ത് ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ലിംഗത്തിന് വലിപ്പം നമുക്ക് ബാധകമേ അല്ല, എത്ര നേരം ലിംഗം ദൃഢമായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും അവിടെയാണ് ഒരു പെണ്ണിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. സോ ബേസിക്കലി 2 ടൈപ്പ് പെനിസ് ഉണ്ട്, അതാണ് ഷോവേഴ്സ് ആൻഡ് ഗ്രോവേഴ്സ്. ഞാൻ ഈ പറഞ്ഞ ഓരോന്നും പയ്യന്മാരെ കറക്റ്റ് മനസ്സിലാക്കണം. ഷോവേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ തന്നെ ലിംഗത്തിന് ഒരു 12 സെന്റിമീറ്റർ കാണും, അത് ഉദ്ധരിക്കുമ്പോഴേ മാക്സിമം 1 സെന്റിമീറ്റർ കൂടും, 13 കാണും. അതാണ് ഷോവേഴ്സ്. കാണുമ്പോൾ നല്ല അലങ്കാരമാണ്, പക്ഷെ ഉദ്ധരിച്ച് കഴിയുമ്പോൾ വലുതായിട്ട് ലെങ്ത് കൂടുന്നില്ല. ഇന്ത്യക്കാരുടെ പലപ്പോഴും ഗ്രോയിങ് പെനിസ. ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ ചിലർ പറയും വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് വന്ന് ഡോക്ടറെ ലിംഗം കാണാൻ പോലും ഇത്രയേ ഉള്ളൂ, പക്ഷേ ലിംഗത്തിന് വികാരം വന്ന് രക്തം ചലിച്ച് കഴിയുമ്പോൾ അതിന് ഉദ്ധരിച്ച അവസ്ഥയിൽ ലെങ്ത് ചിലപ്പോൾ 14-15 സെന്റിമീറ്റർ ആവും. അതുകൊണ്ടാണ് ഉദ്ധരിക്കാത്ത അവസ്ഥ വെച്ചിട്ട് ഒരു വ്യക്തിയുടെ ഉദ്ധരിച്ച അവസ്ഥയിലെ ലിംഗത്തിന് വലിപ്പം അറിയാൻ സാധിക്കുകയില്ല. ഷോയിങ് പെനിസും ഉണ്ട്, ഗ്രോയിങ് പെനിസും ഉണ്ട്. ആഫ്രിക്കൻ സബ് പോപ്പുലേഷന് ഷോയിങ് പെനിസ, ഉദ്ധരിച്ചാലും ഉദ്ധരിച്ചില്ലെങ്കിലും 15-16 ഉണ്ട്. ഇന്ത്യൻസിന്റെ ഗ്രോയിങ് പെനിസ, വെറുതെ നോക്കുമ്പോൾ 5 സെന്റിമീറ്റർ, പക്ഷേ ലിംഗത്തിലേക്ക് രക്തം കയറി കഴിയുമ്പോൾ 13-14 സെന്റിമീറ്റർ. രണ്ടാമത്തെ മിസ്കൺസെപ്ഷൻ
കൺസെപ്റ്റ് പലരും വന്ന് പറയും ഡോക്ടർ എനിക്ക് 6 അടി പൊക്കമുണ്ട്, ലിംഗത്തിന് വലിപ്പം കുറവാണ്. സോ നമ്മുടെ പൊക്കമോ അല്ലെ ശരീരത്തിന്റെ വണ്ണമോ ലിംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 6 അടി പൊക്കമുള്ളവന് 20 സെന്റിമീറ്റർ ലിംഗം വേണമെന്ന് യാതൊരു നിയമവും ഇല്ല. അവന്റെ ബോഡിയിലെ ടെസ്റ്റോസ്റ്ററോണും അവന്റെ ജനിതക പാരമ്പര്യവും റേസും അനുസരിച്ച് 6 അടി സെന്റിമീറ്റർ കാണാം. പക്ഷേ ഉദ്ധരിച്ച അവസ്ഥയിൽ ഇപ്പോൾ 12 സെന്റിമീറ്റർ ആയിരിക്കാം. ഒരു വ്യക്തിക്ക് 4 അടി പൊക്കമായിരിക്കാം, ഉദ്ധരിച്ച അവസ്ഥയിൽ 18 സെന്റിമീറ്റർ കാണാം. സോ ഇത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ലിംഗത്തിന് വലിപ്പമല്ല ഇമ്പോർട്ടൻറ്റ്, ലിംഗം എത്ര നേരം ദൃഢമായിട്ടൊരു സ്ത്രീയുമായിട്ട് ശീഘ്രസ്കരണമില്ലാതെ ബന്ധപ്പെടാൻ പറ്റും, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു മാരുതി 200 കിലോമീറ്റർ ഓടുന്നതാണ് ബെൻസ് 10 കിലോമീറ്റർ ഓടുന്നതിന് ഏറ്റവും കൂടുതൽ നല്ലത്. സോ ലിംഗത്തിന് വലിപ്പമല്ല ഇമ്പോർട്ടൻറ്റ്, ലിംഗം എത്ര നേരം ഉദ്ധരിച്ച് നിലനിർത്താം. ലിംഗത്തിന് വലിപ്പം കുറവുണ്ടെന്ന് വ്യക്തിക്ക് തോന്നിയാൽ എപ്പോഴും ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നോക്കുക. ആഫ്രിക്കൻ സബ് പോപ്പുലേഷൻ 16 സെന്റിമീറ്റർ, യൂറോപ്യൻ 14, ഇന്ത്യക്കാരൻ ഉദ്ധരിച്ച അവസ്ഥയിൽ 12 സെന്റിമീറ്റർ. 2 ടൈപ്പ് പെനിസ് ഉണ്ട്, ഷോവേഴ്സ്, ഗ്രോവേഴ്സ്. ഷോവേഴ്സിന് കാണുമ്പോൾ അലങ്കാരമുണ്ട്, പക്ഷെ ഉദ്ധരിക്കുമ്പോൾ 1-2 സെന്റിമീറ്റർ കൂടുന്നുള്ളൂ. ഗ്രോയിങ് പെനിസിന് കാണുമ്പോൾ അലങ്കാരമില്ല, സ്മോളാണ്, പക്ഷെ ലിംഗത്തിലേക്ക് രക്തയോട്ടം വന്നു കഴിയുമ്പോൾ ലിംഗം ടോട്ടലി ദൃഢമാവുന്നു. പുരുഷ ഹോർമോൺ കുറവുള്ളവർക്ക് അതിന് ഇഞ്ചക്ഷനോ ക്രീമോ എടുക്കുക, അല്ലാത്തവർക്ക് ലിംഗവർദ്ധന തൈലമോ ലിംഗവർദ്ധന യന്ത്രങ്ങളോ ഒന്നും USFDA അപ്രൂവ്ഡ് അല്ല. ഇതെല്ലാം നമ്മുടെ ടിഷ്യൂവിനെ ബ്രൂയിസ് ഉണ്ടാക്കി വെയിൻസിന് കട്ടുണ്ടാക്കുകയും ചെയ്യും. ഇതിനെ ലിംഗത്തിന്റെ വലിപ്പമോ ദൃഢതയെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത എൻഡോക്രോണസിനെ കാണിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് മാത്രം ട്രീറ്റ്മെന്റ് തുടരുക. താങ്ക് യു.